തേഴ്സ്ഡേ മോർണിംഗ് ഈ സോറി പറയണതുണ്ടല്ലോ അതത്ര വലിയ തെറ്റൊന്നുമല്ല. തെറ്റ് പറ്റിയാ സോറി പറയുന്നത് നല്ല ശീലം തന്നെയാ. പക്ഷെ അത് എല്ലായിടത്തും പോയി പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോറിക്ക് എന്താ വില? അല്ല, അത് പറയുന്നത് നമുക്ക് എന്ത് വാല്യൂ ആയിരിക്കും? അതവിടെ ഇരിക്കട്ടെ. ആസ് യൂഷ്വൽ ജിമ്മിലെല്ലാം പോയി വന്ന് കുക്കിങ്ങിലോട്ട് കടന്നു. ഇന്ന് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. ഇവനത്ര നിസ്സാരക്കാരനൊന്നുമല്ല. നമ്മുടെ ഈ എല്ലുബലം കൂട്ടാൻ ഏറ്റവും നല്ലത് കടലയാന്ന് ഞാൻ കേട്ടു. അതേപോലെ തന്നെ ഒരു പാൻ എടുത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ആവശ്യത്തിനുള്ള സവാള, പച്ചമുളക്, ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായി വഴറ്റണം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ മസാലയും ഇടാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല. പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ച കടല നമുക്ക് ഇതിലോട്ട് ഇടാം. ഇതിൽ നിന്ന് തന്നെ കുറച്ച് കടല എടുത്ത് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് അതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ സാധാരണ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തേങ്ങ അരച്ച് ചേർക്കില്ലേ, അതിന് പകരം ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നന്നായിട്ടുള്ള കൊഴുപ്പും കിട്ടും, ടേസ്റ്റും കിടുവാണ്. അരച്ചു വെച്ച കടലയും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ടൊന്ന് തിള വരുമ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില തൂവിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. കടലയ്ക്ക് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയാണ്. എന്നാൽ പിന്നെ ചപ്പാത്തി പരത്തിയെടുക്കാം. പണ്ട് ചപ്പാത്തി പരത്തുമ്പോൾ പല പല ഭൂപടങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം എനിക്കുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഇതിൽ ഞാനൊരു പ്രോയാണ്. എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. ഈ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ജീവിതത്തിൽ പല കാര്യങ്ങളിലും എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബാക്കി നാളെ.